ഞാനിട്ട വീഡിയോയുടെ റിപ്ലൈ വീഡിയോ ആണ്. അപ്പൊ അതിനകത്ത് പൊതുവായിട്ട് ചോദിച്ചത് നിങ്ങൾ എന്തിനാ തള്ളെ സരോവരം പാർക്കിൽ വന്നത് എന്നാണ്. അത് സരോവരം പാർക്ക് ആയതുകൊണ്ടാണ് വന്നത്. അത് ലവേഴ്സ് പാർക്കെന്നോ സരോവരം പാർക്കിന്റെ മേളൊരു സർട്ടിഫിക്കേഷനോ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, ലവേഴ്സിനെ കണ്ടിട്ടുണ്ട്. അവര് ഹഗ് ചെയ്യോ കിസ് ചെയ്യോ അവർ ഒരുമിച്ചിരിക്കോ ഒക്കെ ചെയ്യുന്നത് നമുക്കിപ്പോ ബീച്ച് ആസ്വദിക്കുന്നതിലോ അതൊരു ഡിസ്റ്റർബൻസ് അല്ല. ഈ സരോവരം പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ബെഞ്ച്, അതിന്റെ ഈവൻ നടവഴിയിൽ വരെ പേപ്പർ വിരിച്ച് കിടക്കുവാണ്. അത് ന്യൂജൻ കുട്ടികൾ മാത്രമല്ല, എന്റെ അത്രയും പ്രായമുള്ള തള്ളകളും കിളവന്മാരും ഒക്കെ ഉണ്ട്. ബിവറേജിലൊക്കെ കാണുന്ന പോലെ ഒരു ഒത്തൊരുമ അവിടെ ഉണ്ട്. ഈ പ്ലേസിന്റെ പ്രശ്നം കുറച്ചുപേരോട് പറഞ്ഞപ്പോ അവരയച്ചു തന്നൊരു വീഡിയോ ആണ് ഞാൻ സൈഡിലിട്ടത്. അല്ലാതെ ഞാൻ അത് ഷൂട്ട് ചെയ്തതല്ല. ഈ ലവേഴ്സ് ഒക്കുപ്പൈ ചെയ്ത് ഇതര ആക്ടിവിറ്റിക്ക് വേണ്ടി ആ ഒരു സ്ഥലം മാറ്റി വെച്ചേക്കുവാണെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിലും അവിടുത്തെ അതോറിറ്റീസിനെ കണ്ടിട്ട് ഇവിടെ പബ്ലിക്കിന് പ്രവേശനം തരണ്ട, അല്ലെങ്കിൽ ജോഡിയായിട്ട് വരുമ്പോൾ മാത്രം പ്രവേശനം തന്നാൽ മതി എന്ന് വല്ലതും പറയുന്നതായിരിക്കും ഞങ്ങൾക്കും നല്ലത്, നിങ്ങൾക്കും നല്ലത്. പിന്നെ ഞാൻ റൂം എടുക്കാൻ പറഞ്ഞു എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് അവിടെ ഇരിക്കുന്നവരുടെ അടിവസ്ത്രം പോലും മാതാപിതാക്കളോ എവിടെയെങ്കിലും പോയി അധ്വാനിക്കുന്ന കെട്ടിയോനോ കെട്ടിയോളോ ഒക്കെ അയച്ചു കൊടുത്ത പബ്ലിക് പ്ലേസാണ്. നിങ്ങളുടെ ആരുടെയും വീടിന്റെ ജനലിൽ കൂടോ വീടിന്റെ മച്ചു കുളിച്ചോ ഒന്നും അല്ല ഇത് ചെയ്യുന്നത്. നിങ്ങൾ ഈ പോയിരുന്ന് പബ്ലിക്കിന്റെ മുന്നിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നിങ്ങളുടെ പേരന്റ്സിന്റെ മുന്നിൽ നിങ്ങൾ പോയിരുന്ന് ചെയ്യും. ഞാൻ ഇങ്ങനെ നടന്നിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ നടന്നിട്ടുള്ളതാണെങ്കിൽ ഇന്നിപ്പോ വീഡിയോ എടുക്കാൻ ഞാൻ കാണത്തില്ല. ഒന്നെങ്കിൽ കൊച്ചിനെ റോഡിൽ എറിഞ്ഞ് കൊന്ന കേസിലോ, അല്ലെങ്കിൽ അമ്മായിമ്മയ്ക്ക് വിഷം കൊടുത്തു കൊന്ന കേസിലോ, കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയി കാമുകന്റെ ഭാര്യയെ കൊന്ന കേസിലൊക്കെ ഞാൻ ജയിലിലായിരുന്നേനെ.